ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആൾക്കാരുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയാൽ പിന്നെ പിന്തിരിഞ്ഞോടേണ്ടതായിട്ട് പലവട്ടം അതിനുവേണ്ടി തന്നെ സാഹചര്യങ്ങളായിത്തീരും. തോൽക്കാൻ തുടങ്ങിയാൽ തോൽപ്പിക്കാനും വിജയം കാണിക്കാതിരിക്കാനും ആൾക്കാർ പുറകെ കൂടും. എന്നാൽ ഇവിടെയെല്ലാം ഞാൻ പിന്തിരിയില്ല, ഞാൻ ഭയപ്പെടില്ല, ഞാൻ പുറകോട്ട് നോക്കില്ല, മുന്നോട്ട് പോകുമെന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുമെങ്കിൽ നമുക്ക് മുന്നോട്ട് കുതിച്ച് പോകാൻ കഴിയും. പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടുന്നു. പൗലോസ് പോയ ഓരോ സ്ഥലങ്ങളും പുതിയ പുതിയ ഭൂഖണ്ഡങ്ങളും പുതിയ പുതിയ രാജ്യങ്ങളുമാണ്. കപ്പൽ കയറി പോവുകയാണ്. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ ഭയപ്പെടുത്തുവാനും പിന്തിരിപ്പിക്കാനും ഭീഷണിപ്പെടുത്തുവാനും കല്ലെറിയുവാനും കൊല്ലുവാനും ആൾക്കാർ മുന്നിലുണ്ടായി. എന്നിട്ടും ഏറ്റവും ഒടുവിൽ പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ഈ ഉപദ്രവങ്ങളൊന്നും തന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ല. തൻ്റെ ദൗത്യം ഇടക്ക് വെച്ച് തീർന്നു പോയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെയും ഭാവിയെ കെടുത്തിക്കളയുവാൻ ഒരു ശക്തിക്കും ഒരു കാലാവസ്ഥയ്ക്കും ഒരു മനുഷ്യനും ഒരു സിംഹത്തിനും ഒരു വാളിനും ഒരാപത്തിനും ശക്തിയില്ല. ദൈവത്തിൻ്റെ വിളിയുള്ളവൻ്റെ വിളി പൂർത്തീകരിക്കുക എന്നുള്ളത് വിളിച്ച ദൈവത്തിൻ്റെ ദൗത്യമാണ്. അതിനുവേണ്ടി ദൈവം തൻ്റെ അഭിഷേകം തൻ്റെ മക്കൾക്ക് തരും. ഇത് കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിൽ ബലപ്പെടുക. നീ എന്തിൽ ചുവട് വെച്ചിരിക്കുന്നുവോ ആ ചുവടുകൾ പുറകോട്ട് വെക്കാൻ ദൈവം അനുവദിക്കില്ല. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. വചനങ്ങളിൽ ബലപ്പെട്. ചേർന്ന് പാടി നമ്മുടെ കർത്താവായ യേശുവിനെ, യേശു മുഖാന്തരം പിതാവിനെ നമുക്ക് ആരാധിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold. My heart's one desire, it is to be holy, set apart for you, Lord. I choose to be set apart for you, my Master, ready to do your will. Purify my heart, cleanse me from Lord, make me holy. Purify my heart, cleanse me from my sin. Deal with it, refine us fire.
യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 33 മുതൽ നമുക്ക് നോക്കാം. പിലാത്തോസ് പിന്നെയും ആ സ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. യേശുവിനെ അറിയേണ്ടത് യേശു രാജാവാണെന്നും യേശു ക്രിസ്തുവാണെന്നും ആരെങ്കിലും പറഞ്ഞാൽ യേശുവിനെ അറിയേണ്ടത് നീ സ്വയമായിട്ടാണോ ഇത് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ പറയുന്നത്? സ്വയമായിട്ടാണ് പറയുന്നതെങ്കിൽ പിലാത്തോസേ, നീ ഒരു ദൈവ പൈതലായി മാറും. മറ്റുള്ളൊരു അഭിപ്രായം കേട്ടിട്ട് ഒരു ആധികാരികമായിട്ട് എന്നെ വിസ്തരിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നിനക്ക് പ്രയോജനമില്ല. നീ ഇത് സ്വയമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം മാറും. യേശു അതാണ് എടുത്തു ചോദിക്കുന്നത്, നീ സ്വയമായിട്ടാണോ പറയുന്നത്? നീ സ്വയമായിട്ടാണ് പറയുന്നതെങ്കിൽ നിന്റെ ജീവിതം മാറും. ഒരിക്കൽ രക്തസ്രാവമുള്ള 12 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ മർക്കോസ് 4-ാം അധ്യായത്തിലുണ്ട്. യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അവൾ സ്വയമായിട്ട് പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞ് കേട്ടതാണ്, അവൾ യേശുവിനെ കുറിച്ച് കേട്ടതാണ്. എന്നാൽ അവൾ അത് സ്വയമായിട്ട് ഏറ്റെടുത്തു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് വന്ന് യേശു കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. ഉടനെ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട് 12 വർഷം പഴക്കമുള്ള രോഗം സൗഖ്യമായി. അവൾ സ്വയമായിട്ടെടുത്ത തീരുമാനമാണ്. ഇത് തന്നെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, സ്വയമായിട്ട് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ? ഭാര്യ വരുന്നത് കൊണ്ട് അച്ചായൻ പുറകെ വരുന്നതാണോ? സ്വയമായിട്ടൊരു തീരുമാനമുണ്ടോ? എല്ലാ ആഴ്ചയും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, നിനക്ക് വേണ്ടി വരാം, അങ്ങനെ വരുന്ന ആരെങ്കിലും ഉണ്ടോ? വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. മമ്മിക്കും പപ്പയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ ചർച്ചിൽ വരുന്നത്, അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടോ? ഇരിപ്പ് കണ്ടാൽ അറിയാം, അവരുടെ ഹൃദയത്തിൽ ദൈവമില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കൂല, അവർ ലോകത്തിലേക്ക് പോകും. എന്നാൽ സ്വയമായി പറയുന്നവരുണ്ടോ? യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ രക്ഷകനാണ്, യേശു രാജാവാണ്, യേശു മശികയാണ്, യേശു ദൈവപുത്രനാണ്, കന്യക ഗർഭം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ജാതനായ ദൈവപുത്രനാണ്, ക്രിസ്തുവാണ് യേശു എന്ന് യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറയുന്നുണ്ടോ? രാജാവായി ഏറ്റുപറയുന്നുണ്ടോ? നീ ഇത് സ്വയമായിട്ടാണോ പറയുന്നത്? യേശുവിനെ ഈ ബന്ധനത്തിൻ്റെയും അടിയുടെയൊക്കെ ഇടയിൽ, ഈ കഷ്ടപ്പാടുകളുടെ ഇടയിലും അറിയേണ്ടത് നീ സ്വയമായിട്ടത് പറഞ്ഞോ? എന്തിനാ യേശു ചോദിക്കുന്നതെന്നറിയാമോ? ഇവനെ രക്ഷിക്കാൻ വല്ല പഴുതുമുണ്ടോ എന്നാ നോക്കുന്നത്. ഇവൻ സ്വയമായിട്ടാണ് പറയുന്നതെങ്കിൽ പീലാത്തോസേ, നീ നിത്യതയിലുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് യേശു അവിടെ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നാൽ വീട് കിട്ടും, പിള്ളേരുടെ അവസ്ഥ മാറും, കടം മാറും എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രേരണയാൽ വന്നവർ ഇന്നും ആത്മീകമായിട്ട് വളരാതെ സഭകളിൽ പ്രസംഗ സമയത്ത് ഉറങ്ങിയും മീറ്റിങ്ങിന് ലേറ്റായിട്ട് വന്നും ദൈവസഭയ്ക്ക് തലവേദനയുമായിട്ടിരിക്കുന്നവരുണ്ട്. എന്നാൽ സ്വയമായി ഈ സത്യം മനസ്സിലാക്കി, യേശു ആരെന്ന് മനസ്സിലാക്കി, യേശുവിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചവർ ഇന്ന് ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. അങ്ങനെയുള്ളവരുടെ മേലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ്
എഫേസ്യർ 4:11 പറയുന്ന 5 വിധ ശുശ്രൂഷകൾ ഉണ്ടാകുന്നത്. സഭയിൽ വന്നിട്ട് വർഷങ്ങളായിട്ട് യാതൊരു ആത്മീക അനുഭവം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഉടനെ മാനസാന്തരപ്പെടണം. മറ്റുള്ളവർക്ക് വേണ്ടി സഭയിൽ വരുന്നവർ, ഭാര്യയ്ക്ക് ഡ്രൈവറായും ഭർത്താവിന് ഒരു സഹായിയായിട്ടും മാതാപിതാക്കൾക്ക് ഒരാശ്വാസമായിട്ടൊക്കെ വരുന്നവരൊന്നും ആത്മീകമായിട്ട് വളരില്ല. സ്വയമായി പറയുന്നുവോ? അതാര് പറഞ്ഞാലും. ഇവൻ ചോദിച്ചത് ഇതാണ്. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. യേശുവിനത് അറിയണം. യേശു ചോദിക്കുന്നുണ്ട്. ഫിലിപ്പിന്റെ കൈസരിയിൽ എത്തിയപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, മനുഷ്യർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ചിലർ ഏലിയാവെന്ന്, ചിലർ ഇരമ്യാവെന്ന്, ചിലർ മരിച്ചവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റതാണെന്നും, ചിലർ ആ പ്രവാചകൻ എന്നൊക്കെ പറയുന്നു. യേശുവിന് അറിയേണ്ടത് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു. ഉടനെ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ രാജാവാണ്. മറിയോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകത്തില്ല. ഒരേ ഒരു രാജാവ്, രാജ്യത്തിന് അവസാനമില്ലാത്ത ഒരേ ഒരു രാജാവ് ക്രിസ്തു, ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇവിടെ യേശു അത് എടുത്തു ചോദിക്കുകയാണ്. നീ സ്വയമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഇന്നു മുതൽ മാറുകയാണ്. നിന്റെ കുടുംബത്തിനൊരു ഭാവിയുണ്ട്. കാരണം ഇവൻ കഠിനനായ ദുഷ്ടനായ മനുഷ്യനാണ്. ഗലീലക്കാരുടെ ചിലരുടെ രക്തം ഈ പീലാത്തോസ് അവരുടെ മതപരമായ ചടങ്ങിലെ യാഗങ്ങളിൽ അവരുടെ രക്തം കലർത്തി എന്ന വാർത്ത യേശു പോലും അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്രൂരനായ ഒരു മനുഷ്യനാണ്. എങ്കിലും യേശുവിൻ്റെ മുൻപിൽ നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പീലാത്തോസ് അങ്ങനെ ചോദിച്ചത്? രാജാവിൻ്റെ യാതൊരു ലക്ഷണവും തനിക്കില്ല, ഒരു രാജ്യമില്ല, എന്നാലോ പ്രജകൾ കുറേയുണ്ട്. ഒരു രാജാവിൻ്റെ സിംഹാസനമില്ല, രാജാവ് കയറുന്ന കുതിരയില്ല. ഒരിക്കൽ രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവനെ എങ്ങനെ മാനിക്കുമെന്ന് ചോദിച്ചപ്പോൾ രാജാവിൻ്റെ വസ്ത്രം, രാജാവിൻ്റെ കിരീടം, രാജാവ് കയറുന്ന കുതിര, ഇതൊക്കെയായിരുന്നു ഹാമാൻ സ്വപ്നം കണ്ടത്. രാജാവ് പറഞ്ഞു, ഇതെല്ലാം ഒട്ടും കുറക്കാതെ മൊർദെഖായി എന്ന എൻ്റെ പടിവാതിക്കൽ ഇരിക്കുന്നവന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു രാജാവിൻ്റെ പദവിയിലേക്ക് മൊർദെഖായിയെ പിടിച്ചു കയറ്റിയത്, രാജതുല്യമായിട്ട് മൊർദെഖായിയെ ഉയർത്തിയത് ദൈവമായിരുന്നു. ഇവിടെ യേശു കർത്താവിനെ കണ്ടാൽ രാജാവിൻ്റെ ഒരു ലക്ഷണവുമില്ല. എന്നിട്ടും പീലാത്തോസ് ചോദിക്കുന്നു, നീ രാജാവാണോ? കാരണം പീലാത്തോസിന് ഒരു കാര്യം അറിയാം. രാജാതി രാജാവായി ഒരുവൻ ഇസ്രായേലിൽ വരുമെന്ന്, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് പീലാത്തോസ് കേട്ടിരുന്നു. പ്രത്യേകിച്ച് പീലാത്തോസിൻ്റെ ഭാര്യ ഒരു വാക്ക് പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. സ്വപ്നത്തിൽ അവൻ നിമിത്തം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഭാര്യ പറഞ്ഞു, ഇത് നീതിമാനാണ്, ഇവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇവൻ നിമിത്തം എനിക്ക് ഭയത്തിൻ്റെ സ്വപ്നങ്ങളുണ്ടായി, കഷ്ടപ്പാടിൻ്റെ സ്വപ്നങ്ങളുണ്ടായി, ഇടപെടരുത്. പീലാത്തോസിന് മനസ്സിലായി, ഇത് രാജാവ് തന്നെ, ഇത് നീതിമാനാണ്, ഇവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. കഴിവുന്നത്രയും പീലാത്തോസ് യേശുവിനെ സ്വതന്ത്രമാക്കാൻ നോക്കി. എന്നാൽ യേശു സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാനവജാതിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. യേശു ക്രൂശിക്കപ്പെട്ടാൽ മാനവജാതി വിശ്വസിക്കുന്നവർ സ്വതന്ത്രമാകും. നീ രാജാവാകുന്നുവോ? ആ ചോദ്യത്തിന് യേശു പറഞ്ഞു, ഇത് നീ സ്വയമായിട്ടാണോ പറഞ്ഞത്? ഇന്നത്തെ ചിന്ത അതാണ്. സ്വയമായിട്ട് പറയുമോ?
യേശുവിൻ്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് മറ്റുള്ളവരുടെ പ്രസംഗം കേട്ട് പറയാതെ അത് സ്വയമായിട്ട് പറ. ശമര്യക്കാരി കിണറ്റുകരയിൽ വന്ന് യേശുവിനെ അറിഞ്ഞു, മശികയാണെന്ന് മനസ്സിലായി, രാജാവാണെന്ന് മനസ്സിലായി. പാത്രം വെച്ചിട്ട് നേരെ ശമരിയയിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് യഹൂദന്മാരെ വിളിച്ചു കൊണ്ടുവന്നു. യഹൂദന്മാരെന്ത് ചെയ്തു? വന്ന് യേശുവിനെ കണ്ടു. ചില ദിവസങ്ങൾ തൻ്റെ കൂടെ പാർക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവരുടെ കൂടെ പോയി. യേശു അവരുടെ കൂടെ താമസിച്ച് ഇപ്പോൾ ശമര്യക്കാരിയോട് നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നീ പറഞ്ഞതുകൊണ്ടല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ നേരിട്ട് ഇത് സാക്ഷാൽ ലോകത്തിൻ്റെ രക്ഷകനെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർ സ്വയമായി വിശ്വസിച്ചു. മറ്റുള്ളവർ നിർബന്ധിച്ചതുകൊണ്ട്, ശമര്യക്കാരി പറഞ്ഞതുകൊണ്ടല്ല ഇപ്പോൾ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല വിശ്വസിച്ചത്, നേരിട്ട് മനസ്സിലാക്കി. യേശുവിനെ നേരിട്ട് മനസ്സിലാക്കാനാണ് ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ടൊന്ന് ഏറ്റുപറ. നിങ്ങൾ യേശുവിനെ മറ്റുള്ളവരുടെ വീക്ഷണത്തിലൂടെ കാണാതെ നേരിട്ട് വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ കർത്താവാണെന്ന് സ്വീകരിക്കുക. യേശു എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷകനെന്ന്. എൻ്റെ അപ്പൻ്റെ, എൻ്റെ അമ്മയുടെ, എൻ്റെ ഭാര്യയുടെ എന്ന് പറയാതെ നേരിട്ട്. എല്ലാ പ്രാർത്ഥനകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, നേരിട്ട് ബന്ധമില്ല. മതങ്ങളിലാണെങ്കിലും നേരിട്ട് ദൈവമായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗങ്ങളില്ല. അവിടെയെല്ലാം മധ്യസ്ഥന്മാരുടെ ബഹളമാണ്. എന്നാൽ നേരിട്ട് ധൈര്യമായി കൃപാസനത്തിലോട്ട് അടുത്ത് ചെല്ലാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു വെച്ചിരിക്കുന്നു. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായി കീറിപ്പോയി. ഇനി ധൈര്യമായിട്ട് നേരിട്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള പ്രാഗൽഭ്യം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുഖാന്തിരം തുറന്നിരിക്കുന്ന സന്തോഷ വാർത്ത അറിയുന്ന നിങ്ങൾ ധൈര്യമായി ദൈവത്തെങ്കിലേക്ക് ചെല്ലും. അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവിനെ പ്രാപിച്ച് ബലപ്പെട്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് മറുപടിയുള്ളവരായി ഈ കാലഘട്ടത്തിൻ്റെ ജയാളികളായി നിങ്ങളും ഞാനും തീരും. നമുക്ക് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അങ്ങേ വാ കൊണ്ട് ഞങ്ങൾ യേശുവിനെ ഏറ്റുപറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ വിശ്വസിക്കുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. ഞങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. ദൈവവചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിളിലെ ഓരോ വാക്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവസഭയുടെ ഓരോ ചുവടുകളും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് വിളിച്ചിറക്കിയ ഞങ്ങൾ ആരും ഒരിക്കലും ലജ്ജിച്ചു പോകില്ലെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സ്വയമായി അങ്ങയെ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ടെന്നും ഞങ്ങൾക്ക് ഉയർച്ചയുണ്ടെന്നും ഞങ്ങൾക്ക് നിത്യജീവനുണ്ടെന്നും ഞങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുപറയുന്നു. കർത്താവെ, ഇത് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ. അവരുടെ ശരീരങ്ങളിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. അവരുടെ വീടുകൾക്ക് പുതുവഴികൾ തുറന്നു വരട്ടെ. രാജാവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഇവർ രാജകീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. അത്ഭുതങ്ങൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ നമുക്ക് സഭയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:00 ഉപവാസ പ്രാർത്ഥനയുണ്ട്. പകൽ മാത്രമേ ഉള്ളൂ. അതിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. നാളെ ഇതേ സമയത്ത് ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മ നമുക്ക് വേണ്ടിയുണ്ട്. മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് ഈ സന്തോഷ വാർത്ത നിങ്ങൾ പറയണം. വരിക, നമുക്ക് ഒരുമിച്ച് യേശുവിനെ ഉയർത്താം. ഗോഡ് ബ്ലസ് യു.